അപ്പോൾ എല്ലാവർക്കും ഇത് മുബാർക്ക്. പെരുന്നാളായിട്ട് രാവിലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് പോകുക, പള്ളിയിലേക്ക് പോകും. ഞങ്ങളാ പള്ളിയിലേക്ക് തന്നെ പോകുന്നത്. പക്ഷേ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയാറും ചെറുതായിട്ട് വലുതായിട്ട് ഓടേണ്ടത്. പക്ഷേ നിസ്കാരമൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങിയൊക്കെ എണീച്ച് നമുക്ക് ഇന്ന് കറങ്ങാൻ പോകണ്ടേ. ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സുട്ടൂനെ കാണാൻ പോയത്. സുട്ടു ഇനി ആരെന്നായിരിക്കും? ഇവനാണ് നമ്മുടെ സുട്ടു. ഈ കട ഫ്രണ്ടിൻ്റെ മോനാണ്. അവന് ശരിക്കുള്ള പേര് അയാൻ ആദം എന്നാണ്. അപ്പം അവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ അവനിക്ക് ഇക്കായ മനസ്സിലാവുന്നില്ല. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പ്രാവശ്യം ഓരോ ലുക്കിൽ പോയി അവനിക്ക് മനസ്സിലാവണമെന്നുണ്ടോ? അതൊരു സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇന്ന് സാറിൻ്റെ 8 monthsൻ്റെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇക്ക കുറേ കഷ്ടപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയാം, നീ ആളുടെ എൻ്റെ ഫോട്ടോ എടുക്കാൻ? എനിക്കിപ്പോൾ എൻ്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ സമയമില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ പോയിട്ട് പിന്നെ വന്നും പറഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ ഷാർജയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഷാർജയിലേക്ക് എന്തിനായിരിക്കും ആർക്കറിയാൻ, വേറെ ഇപ്പം അതിനൊന്നുമില്ല, പെരുന്നാളിലെ വെറുതെ പോലെ തന്നെ. അപ്പോൾ വിഷണപ്പോൾ നാട്ടിലോക്കിലേക്ക് ഇറങ്ങി 2 ക്രോസൻ്റെയും ഒരു കോഫിയും വാങ്ങിച്ചു സാർ ഇവിടെ അങ്ങ് പോസ്റ്റ് അങ്ങ് അഭിനയിക്കുക. അപ്പോൾ നമുക്കിന്ന് നേരെ ഷാർജയിലേക്ക് പോകും. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാം എന്തിനാണ് ഷാർജയിലേക്ക് പോകുന്നതെന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വണ്ടിക്കകത്ത് പിന്നെ അങ്ങോട്ടും ചോദിക്കും, എങ്ങോട്ടേക്കേ പോകണ്ടേ 2 പേർക്കല്ല എങ്ങോട്ടേക്കേ പോകേണ്ടതെന്ന്. പിന്നെ അങ്ങ് അടിയായി വഴക്കായി. പിന്നെ കാലാവസ്ഥ നമ്മൾ ഫൈനലി ഒരെണ്ണം കണ്ടുപിടിക്കും. എന്തായാലും ഇപ്പം നമ്മൾ ഷാർജ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷാർജ എത്തിയപ്പോൾ ഇതാ എന്തൊരു തിരക്കെന്ന് വെച്ചാൽ തിരക്കോട് തിരക്ക്. എനിക്കൊന്ന് ഇപ്രാവശ്യത്തെ എല്ലാവരും പെരുന്നാളും ഷാർജയ്ക്കകത്തായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ക്ലൈമറ്റ് ഒക്കെ സെറ്റാണ്. നല്ല വലിയ ചൂടൊന്നും ഇല്ലാണ്ട് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫ്ലാഗ് ഐലൻഡിലേക്കാണ്. ബൈ ദ ബൈ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ മറക്കണ്ടായിരുന്നു, കമൻറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി തിരിച്ചും പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫൈനലി രാത്രി വീട്ടിലേക്ക് വന്നു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത പ്രശ്നവും അടുത്ത തള്ളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.